നമസ്കാരം. നമ്മളെല്ലാവരും ജീവിതത്തിൽ വിജയം ആഗ്രഹിക്കുന്നവരാണ്, അല്ലേ? എന്നാൽ ചിലപ്പോൾ എത്രയൊക്കെ ശ്രമിച്ചിട്ടും ആഗ്രഹിക്കുന്ന പ്രതിഫലങ്ങൾ നമ്മളെ തേടി എത്താറില്ല. ഇതിനെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ആശയമാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. പണ്ഡിറ്റ് ശ്രീറാം ശർമ്മ ആചാര്യയുടെ പുരസ്കാർ ചാഹ്തേ ഹേ തോ പാത്രത വികസിത് കരേൻ എന്ന ഹിന്ദി പുസ്തകത്തിലെ വളരെ അമൂല്യമായ അറിവുകളെ അടിസ്ഥാനമാക്കിയാണ് നമ്മുടെ ഇന്നത്തെ ചർച്ച. നിങ്ങളെപ്പോഴെങ്കിലും ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ ചുറ്റും നോക്കുമ്പോൾ ചിലരൊക്കെ വളരെ വേഗത്തിൽ വിജയിച്ചു പോകുന്നു, വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കുന്നു. പക്ഷെ എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം അതൊന്നും ലഭിക്കാത്തതെന്ന്? ഈ ഒരു ചോദ്യം ഒരുപക്ഷെ നമ്മുടെയെല്ലാം മനസ്സിൽ എപ്പോഴെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടാകും, അല്ലേ? ശരി. അപ്പോ ഈ ആശയത്തിലേക്ക് നമുക്ക് കുറച്ചുകൂടി ആഴത്തിലൊന്ന് ഇറങ്ങിച്ചെല്ലാം. നമ്മൾ ഈ യാത്രയിൽ എന്തൊക്കെയാണ് കാണാൻ പോകുന്നതെന്ന് വെച്ചാൽ, ആദ്യം ഈ ലോകം അവസരങ്ങളുടെ ഒരു മഹാസമുദ്രമാണെന്ന് നമ്മൾ മനസ്സിലാക്കും. പിന്നെ പാത്രത്തിന്റെ നിയമം എന്താണെന്ന് നോക്കും. അതിനുശേഷം വിജയത്തിന്റെ യഥാർത്ഥ വില, സ്വാശ്രയത്വത്തിന്റെ പ്രാധാന്യം, അവസാനം എങ്ങനെ നമ്മുടെ സ്വന്തം ഭാഗ്യത്തിന്റെ സൃഷ്ടാവാകാമെന്നും നമ്മൾ ചർച്ച ചെയ്യും. അപ്പം നമ്മുടെ ആദ്യത്തെ പോയിന്റ് ഇതാണ്. ഈ ലോകമെന്ന് പറയുന്നത് എല്ലാവർക്കുമായി അനന്തമായ അവസരങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അത് പണവും സമ്പത്തുമാകട്ടെ, അറിവും കഴിവുമാകട്ടെ, സ്ഥാനമാനങ്ങളോ ബഹുമാനമോ എന്തുമാകട്ടെ, ഇതെല്ലാം ഈ ലോകത്ത് ധാരാളമായുണ്ട്. ഇതൊന്നും കുറച്ചുപേർക്ക് വേണ്ടി മാത്രം മാറ്റിവെച്ചതുമല്ല, എല്ലാവർക്കുമായി തുറന്നുകിടക്കുകയാണ്. നമ്മൾ ചുറ്റും നോക്കിയാൽ തന്നെ ഇത് വ്യക്തമാകും. സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകൾ വലിയ നിലയിലെത്തുന്നത് നമ്മൾ കാണുന്നില്ലേ? ഇത് തെളിയിക്കുന്നത് ഒന്നു മാത്രമാണ്: ആർക്കും എപ്പോൾ വേണമെങ്കിലും മുന്നോട്ടു വരാം. പുരോഗതിയുടെ വഴിയിൽ ആർക്കും ഒരു വിലക്കുമില്ല. അപ്പോ ഇവിടെയാണ് ശരിക്കും ആ ചോദ്യം വരുന്നത്. അവസരങ്ങൾ എല്ലാവർക്കും ഒരുപോലെയാണെങ്കിൽ പിന്നെന്തുകൊണ്ടാണ് ചിലർ മാത്രം വിജയിക്കുകയും മറ്റു ചിലർ പിന്നോട്ടു പോവുകയും ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് ഈ വ്യത്യാസം? ഇതിനുള്ള ഉത്തരം ഒരൊറ്റ വാക്കിലുണ്ട്. അതാണ് പാത്രത. അതായത് യോഗ്യത അല്ലെങ്കിൽ അർഹത. ഒരു വിജയം നേടാനും അത് നിലനിർത്താനും നമുക്കുവേണ്ട ആന്തരികമായ കഴിവിനെയാണ് പാത്രത എന്നു പറയുന്നത്. ഈ ആശയം കുറച്ചുകൂടി വ്യക്തമാക്കാൻ ഞാനൊരു ഉദാഹരണം പറയാം. ഈ ലോകം അവസരങ്ങൾ നിറഞ്ഞ ഒരു വലിയ സമുദ്രം പോലെയാണെന്ന് നിങ്ങളൊന്ന് സങ്കൽപ്പിക്കൂ. പക്ഷേ ഇവിടെയാണ് ആ ട്വിസ്റ്റ്. നിങ്ങളുടെ കയ്യിലുള്ള പാത്രം എത്ര വലുതാണോ അത്രയുമേ നിങ്ങൾക്ക് ആ സമുദ്രത്തിൽ നിന്ന് കോരിയെടുക്കാൻ പറ്റൂ. ഒരു ചെറിയ കപ്പാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ മുന്നിലൊരു മഹാസമുദ്രം ഉണ്ടായിട്ട് എന്ത് കാര്യം? അപ്പോ പ്രശ്നം സമുദ്രത്തിനല്ല, നമ്മുടെ കയ്യിലെ പാത്രത്തിന്റെ വലിപ്പക്കുറവിനാണ്. ശരി, അപ്പൊ നമുക്കിനി വിജയത്തിന്റെ യഥാർത്ഥ മുഖം എന്താണെന്ന് നോക്കാം. നമ്മൾ പുറമേ കാണുന്ന ആ തിളക്കത്തിനപ്പുറം എന്താണ് ഒളിഞ്ഞിരിക്കുന്നത്? നമ്മൾ സാധാരണ കാണുന്നതെന്താണ്? ഒരാളുടെ വലിയ സമ്പത്തും സ്ഥാനമാനങ്ങളും. പക്ഷെ നമ്മൾ കാണാത്തൊരു യാഥാർത്ഥ്യമുണ്ട്. അതിന് പിന്നിലെ ആയിരക്കണക്കിന് മണിക്കൂറുകളുടെ പ്രയത്നം. നമ്മൾ അവരുടെ പ്രശസ്തി കാണുന്നു, പക്ഷെ അതിനുവേണ്ടിയുള്ള അവരുടെ സമർപ്പണം കാണുന്നില്ല. ഒറ്റ രാത്രി കൊണ്ട് കിട്ടിയ വിജയം എന്നു പറയുമ്പോൾ അതിനു മുൻപ് അവർ നേരിട്ട ഒരുപാട് പരാജയങ്ങളെ നമ്മൾ ഓർക്കാറില്ല. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം ഇതാണ്: ഏത് വലിയ വിജയത്തിനു പിന്നിലും ചില അടിസ്ഥാനപരമായ ചേരുവകളുണ്ട്. അത് തുടർച്ചയായ പരിശ്രമമാണ്, മാറാത്ത ഫോക്കസാണ്, വർഷങ്ങളുടെ പരിശീലനമാണ്, ക്ഷമയാണ്, പിന്നെ വിട്ടുവീഴ്ചയില്ലാത്ത അച്ചടക്കമാണ്. ഇനി നമ്മളെത്തുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയത്തിലേക്കാണ്: സ്വാശ്രയത്വം. അതായത് മറ്റൊരാളെ ആശ്രയിക്കാതെ സ്വന്തം കഴിവിൽ വിശ്വസിച്ച് സ്വന്തം കാലിൽ നിൽക്കാനുള്ള കഴിവ്. അതാണ് യഥാർത്ഥ വളർച്ചയുടെ എഞ്ചിൻ. ഈ പുസ്തകത്തിൽ വളരെ മനോഹരമായൊരു ഉപമ പറയുന്നുണ്ട്. ശ്രദ്ധിച്ചു കേൾക്കണം. ഒരു പൂന്തോട്ടത്തിലെ ചെടിയെ നോക്കാനും വെള്ളമൊഴിക്കാനും ആളുണ്ട്. പക്ഷെ ഒരു കാട്ടുപൂവ് തനിയെ വളരണം, എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച്. അതുകൊണ്ടാണ് ആ കാട്ടുപൂവിന്റെ സുഗന്ധത്തിന് ശക്തിയും കൂടുതലായിരിക്കും. അത് കൂടുതൽ ദൂരത്തേക്ക് എത്തുകയും ചെയ്യും. ഇതിന് ചരിത്രത്തില് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്, അല്ലേ? ലാൽ ബഹദൂർ ശാസ്ത്രി ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് നമ്മുടെ പ്രധാനമന്ത്രിയായി. നെപ്പോളിയൻ ഒരു ചെറിയ ഓഫീസറിൽ നിന്ന് ഒരു ചക്രവർത്തിയായി മാറി. ജോർജ് വാഷിംഗ്ടൺ, സൺ യാത്സൻ, ഇവരെല്ലാം മറ്റാരുടെയും സഹായം കൊണ്ടല്ല, സ്വന്തം പ്രയത്നം കൊണ്ടാണ് ഉയരങ്ങളിലെത്തിയത്. ഓക്കെ, അപ്പം നമ്മൾ അവസാന ഭാഗത്തേക്ക് എത്തുകയാണ്. ഇത്രയും നേരം സംസാരിച്ച കാര്യങ്ങൾ വെച്ച് എങ്ങനെ നമ്മുടെ ജീവിതത്തിന്റെ ശില്പികളായി മാറാം എന്ന് നോക്കാം. കാത്തിരിപ്പൊക്കെ നിർത്തി പണി തുടങ്ങാനുള്ള സമയമായി. നമ്മളിൽ പലരും പെട്ടുപോകുന്ന ഒരു കെണിയുണ്ട്. എപ്പോഴും ഓരോ കാരണങ്ങൾ പറയും. കുറച്ചുകൂടെ പൈസയുണ്ടായിരുന്നെങ്കിൽ, നല്ല വിദ്യാഭ്യാസം കിട്ടിയിരുന്നെങ്കിൽ, ഈ ഉത്തരവാദിത്തങ്ങളൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടേനെ. പക്ഷെ സത്യം എന്താണെന്നറിയോ? ഇതൊന്നും യഥാർത്ഥ തടസ്സങ്ങളല്ല, മറിച്ച് നമ്മുടെ ദുർബലമായ മനസ്സിന്റെ അടയാളങ്ങൾ മാത്രമാണ്.
നമ്മളൊരു കാര്യം മറന്നുപോകുന്നു. നമുക്ക് വേണ്ട ഏറ്റവും വലിയ സ്വത്തുക്കൾ ദൈവം ഓൾറെഡി തന്നിട്ടുണ്ട്. പ്രവർത്തിക്കാൻ കഴിവുള്ള ഈ ശരീരവും ചിന്തിക്കാനും തീരുമാനങ്ങളെടുക്കാനും കഴിവുള്ള ഈ മനസ്സും. ഇത് രണ്ടും മതി നമ്മുടെ വിധി നമുക്ക് തന്നെ എഴുതാൻ. അതുകൊണ്ട് നിങ്ങളോട് തന്നെ ഈ ചോദ്യം ചോദിക്കൂ. ഭാഗ്യം വന്ന് വാതിലിൽ മുട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണോ നിങ്ങൾ? അതോ ആ ഭാഗ്യത്തെയും വലിയ അവസരങ്ങളെയും സ്വീകരിക്കാൻ പാകത്തിന് സ്വന്തമായൊരു വലിയ കപ്പൽ നിർമ്മിക്കാൻ പോവുകയാണോ? അപ്പോ ഈ ചർച്ചയുടെ എല്ലാം കാതലിതാണ്. നമ്മുടെ ലക്ഷ്യം സമ്മാനങ്ങൾക്ക് പിന്നാലെ ഓടുക എന്നതാവരുത്, മറിച്ച് അതിനുള്ള യോഗ്യത നേടുക എന്നതായിരിക്കണം. നിങ്ങളുടെ പാത്രത്തിന്റെ വലിപ്പം കൂട്ടുന്നതിൽ ശ്രദ്ധിക്കൂ. നിങ്ങൾ അർഹനാകുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന പ്രതിഫലങ്ങൾക്ക് നിങ്ങളുടെ പിന്നാലെ വരാതിരിക്കാൻ കഴിയില്ല. അത് പ്രപഞ്ചത്തിന്റെ ഒരു നിയമമാണ്.